ഫ്ലവർ എന്നാൽ എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫ്ലവേഴ്സ് ആർ ദി റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഓഫ് എ പ്ലാന്റ് ആൻഡ് ബോട്ടണിസ്റ്റ് ആർ കൺസിഡറിങ് ദീസ് ഫ്ലവേഴ്സ് ആസ് മോഡിഫൈഡ് ഷൂട്ട്സ്. മോഡിഫൈഡ് ഷൂട്ടാണത്രേ. ഈ വീഡിയോയുടെ ഉദ്ദേശ്യം ഒരു ഫ്ലവർ എന്താണെന്നും അതിൻ്റെ പാർട്സ് ഏതാണെന്നും വിശദമാക്കുക എന്നതാണ്. അപ്പോൾ ഒരു ഫ്ലവറിന് 4 പാർട്സുകളാണുള്ളത്: കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം. കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം and gynecium, they are arranged in circles. These circles are called whorls. So there are 4 whorls in a typical flower and they are arranged in circles. The outermost whorl is calyx. Inner to calyx is corolla, and then inner to the corolla androecium. The innermost whorl is gynecium. So in this way, calyx, corolla, androecium and gynecium are the 4 whorls in a flower. Among these, calyx and corolla are non-essential whorls. That means they are not directly related to the reproduction occurring in a flower, so that they are not at all essential for the reproduction, so that they are said to be non-essential whorls. ഒരു ഫ്ലവറിന് റീപ്രൊഡക്ഷൻ നടത്തുന്നതിന് ഈ കാലിക്സും കൊറോളയും അത്യാവശ്യമല്ലാത്തതുകൊണ്ട് കാലിക്സിനെയും കൊറോളിനെയും ഒന്നിച്ച് നോൺ എസെൻഷ്യൽ whorls എന്ന് പറയുന്നു. അതേസമയം ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം ആർ ദി എസെൻഷ്യൽ whorls because they are the sex organs in a flower. Androecium is male part, gynecium is female part. So for the sexual reproduction, the androecium male part and gynecium female part are essential, so that they are called essential whorls. Now let us see the structure of a flower in natural situation. നമ്മൾ ഉദാഹരണമായിട്ടെടുക്കുന്ന ചെടി ചെമ്പരത്തിയാണ്. ഹിബിസ്കസ് അല്ലെങ്കിൽ ഹൈബിസ്കസ് എന്നും പറയും. ഇവിടെ ഒരു ഫ്ലവർ ബഡ് നിങ്ങൾക്ക് കാണാം. ഇത് ഓപ്പൺ ചെയ്തിട്ടില്ല. അത് ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഈ ലീഫിൻ്റെ ആക്സിലിലാണ്. ലീഫിൻ്റെ പീറ്റിയോളും സ്റ്റെമ്മും തമ്മിലുണ്ടാകുന്ന ആംഗിളിന് പറയുന്ന പേരാണ് ആക്സിൽ. AXIL, ആക്സിൽ. ചെമ്പരത്തിയുടെ ഫാമിലിയുടെ പ്രത്യേകത വെച്ചാൽ ഈ ആക്സിലിൽ ഒരു ചെറിയ നാര് പോലുള്ള സ്ട്രക്ചറുണ്ട്. ആ സ്ട്രക്ചറിന് പറയുന്ന പേരാണ് സ്റ്റിപ്യൂൾ എന്നറിയും. 2 സ്റ്റിപ്യൂളുണ്ട് ഇതിന് ഒരു നോഡിന്മേൽ. അപ്പോൾ ലീഫ് സ്റ്റാർട്ട് ചെയ്യുന്നിടത്താണ് സ്റ്റിപ്യൂൾ ഉള്ളത്. അതുകൊണ്ട് ഈ ലീഫിന് സ്റ്റിപ്പുലേറ്റ് ലീഫ് എന്നൊക്കെ പറയും. സ്റ്റിപ്പുലേറ്റ് ലീവ്സ്. So here this flower bud was fixed on this axil with a long stalk, STILK stalk, and that stalk is called pedicel. This stalk is called pedicel. പെഡിസിലിൻ്റെ അറ്റം, അതായത് ഫ്ലവർ ഓപ്പൺ ആകാൻ പോകുന്ന ഫ്ലവർ ബഡിൻ്റെ പാർട്ട് ഈ സ്റ്റോക്കിൻ്റെ അറ്റത്ത് വികസിച്ചിരിക്കുന്ന ഒരു തണ്ടിന്മേലാണ് ഇരിക്കുന്നത്. ദിസ് പാർട്ട് ഈസ് കോൾഡ് തലാമസ് ഓഫ് ദിസ് ഫ്ലവർ. തലാമസിന്മേലാണ് ഒരു ചെടിയുടെ പൂവിൻ്റെ എല്ലാ ഭാഗങ്ങളും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം. ഈ ഗ്രൂപ്പ് ഫാമിലിയിലെ, അതായത് മാൽവേസിയ എന്ന് പറയുന്ന ഫാമിലിയിലാണ് ചെമ്പരത്തി ഒക്കെ വരുന്നത്. മറ്റു ചെടികൾക്കില്ലാത്ത ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ പാർട്ട് ഇങ്ങനെ കുറച്ച് നാരുകൾ ഈ ചെമ്പരത്തി ഫാമിലിയിലെ ചെടികളിൽ കാണുന്നുണ്ട്. ദിസ് ഈസ് കോൾഡ് എപ്പി കാലിക്സ്. കാലിക്സിന് പുറത്ത് കാണുന്നത് എന്നുള്ളതുകൊണ്ടാണ് എപ്പി എന്ന് പറയുന്നത്. എപ്പി മീൻസ് എബവ്.
എബവ് ദി കാലിക്സ്. കാലിക്സിന് മുകളിലായിട്ട് കാണുന്ന അതായതുകൊണ്ടാണ് എപ്പികാലിക്സ്. ഇത് പച്ച നിറത്തിലുള്ളതുകൊണ്ട് ഒരു കാര്യം നിങ്ങൾക്ക് നാച്ചുറലായിട്ട് മനസ്സിലാവും, ദേ ക്യാൻ ഡു ദി ഫോട്ടോസിന്തസിസ്. അപ്പോൾ this epicalyx altogether form the base for the attachment of the rest of the parts of the flower. മറ്റ് ഫ്ലവർ പാർട്സ് ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എപ്പിക്കാലിക്സ് നിൽക്കുന്നു. എപ്പിക്കാലിക്സ് എല്ലാത്തിലും ഇല്ല, അതൊരു ഫ്ലവറിൻ്റെ പാർട്സായിട്ട് നമ്മൾ പറയുന്നില്ല. എന്നിരുന്നാൽ തന്നെ ഈ ഫാമിലിയിലെ മെമ്പേഴ്സിൻ്റെ പ്രത്യേകതയാണ് എപ്പിക്കാലിക്സ് ഉള്ളത് എന്നുള്ളത്. ഞാൻ നമുക്ക് ഒരു ഓപ്പൺ ഫ്ലവറിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു കാര്യം സൂചിപ്പിക്കാം. ഈ പച്ച നിറത്തിൽ കൂമ്പിയിരിക്കുന്ന ഭാഗം ആണ് കാലിക്സ് എന്ന് പറയുന്നത്. ദി ഔട്ടർ മോസ്റ്റ് വേൾ, നോൺ എസെൻഷ്യൽ വേൾ, വിച്ച് ഈസ് കാലിക്സ്. അപ്പോൾ ഈ കാലിക്സിൻ്റെ റോൾ എന്താണ് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ദി കാലിക്സ് ലോബ്സ് or the calyx is actually covering the whole inner parts of the flower bud, so that it is having the function of protection. Once the floral inner part came out, the protective function will be diminished. It remains as a very supportive base of a flower. ഓപ്പൺ ആകാൻ പോകുന്ന ഒരു ഫ്ലവർ ബഡാണ് അത്. എൻ്റെ ഫ്ലവർ പാർട്ട് അകത്തുള്ള പാർട്സ് ഞാൻ റിമൂവ് ചെയ്യുന്നു. റിമൂവ് ചെയ്ത് ബാക്കി ഭാഗം നോക്കിയാൽ എപ്പികാലിക്സ് ഉണ്ട്. എപ്പികാലിക്സിനകത്തായിട്ട് കാലിക്സ്, ഈ കാലിക്സിൻ്റെ ഇതളുകൾ നോക്കിയാൽ ചെമ്പരത്തിപ്പൂവിലൊക്കെ 5 ഭാഗമായിട്ട് തിരിഞ്ഞിരിക്കുന്നതായിട്ട് കാണാം. എന്നാൽ അതിൻ്റെ ബേസ് ഭാഗമെല്ലാം കണക്റ്റഡാണ് താനും. ഈ 5 ഭാഗങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ കാലിക്സ് ഉണ്ടാക്കിയിരിക്കുന്നത് 5 ഇതളുകൾ കൊണ്ട് ആണ് എന്നുള്ളതാണ്. ഈ 5 ഇതളുകളെ നമ്മൾ കാലിക്സ് ലോബുകൾ എന്ന് പറയും. LOBES, കാലിക്സ് ലോബ്സ് എന്ന് പറയും. ഓരോ ലോബിനും സെപ്പൽ എന്നാണ് പറയുന്നത്. സെപ്പൽ. അപ്പോൾ ചെമ്പരത്തിപ്പൂവിൻ്റെ ഈ ഫ്ലവറിൽ കാലിക്സ് ഈസ് ഫോംഡ് ബൈ ദി യൂണിയൻ ഓഫ് 5 സെപ്പൽസ്. 1 2 3 4 5 5 സെപ്പൽസ്. ദേ ആർ ഓൾ ടുഗദർ. സെപ്പൽസ് ചില ഫ്ലവറുകളിൽ യുണൈറ്റഡ് ആയിരിക്കും, ഈ ചെമ്പരത്തിലുള്ള പോലെ. എന്നാൽ മറ്റു ചില പൂക്കളിലൊക്കെ അത് ഫ്രീ ആയിട്ടിരിക്കുകയും ചെയ്യും. സെപ്പൽസ് യുണൈറ്റഡ് അല്ല. സെപ്പൽ യുണൈറ്റഡ് ആണെങ്കിൽ ചെമ്പരത്തിപ്പൂവിൽ അതിന് ഉദാഹരണമാണ്. സെപ്പൽസ് യുണൈറ്റഡ് ആണെങ്കിൽ അതിന് ഗാമോസെപ്പാലസ് ഫ്ലവർ എന്ന് പറയും. ഫ്ലവറിനാണ് പറയുന്നത് ഗാമോസെപ്പാലസ്. അതുപോലെ തന്നെ സെപ്പൽസ് ഫ്രീ ആണെങ്കിൽ പോളിസെപ്പാലസ് ഫ്ലവർ എന്നാണ് പറയുക. അപ്പോൾ ഈ സെപ്പലിൻ്റെ പ്രത്യേകത അനുസരിച്ച് ഫ്ലവറിന് അങ്ങനത്തെ പേര് കൂടെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ ചെമ്പരത്തി, ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ചെമ്പരത്തി പൂവിലെ കാലിക്സ് ലോബ്സ് എല്ലാം കൂടി കൂടിച്ചേർന്ന ഒരു കപ്പ് പോലെ ആയിരിക്കുകയാണ്. ഇത് കാലിക്സ് കപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാലിക്സ് കപ്പ് ഫോംഡ് ബൈ ദി യൂണിയൻ ഓഫ് ഓൾ ദി കാലിക്സ് ലോബ്സ്. ഇതിൻ്റെ കളർ നോക്കിയേ. ആദ്യം നമ്മൾ ഒരു ഫങ്ഷൻ പറഞ്ഞു, മെയിൻ ഫങ്ഷൻ. ഇറ്റ് ആക്ട്സ് ആസ് എ പ്രൊട്ടക്റ്റീവ് കവറിങ് ഓഫ് ദി ഇന്നർ പാർട്സ് ഓഫ് ദി ഫ്ലവർ. ബട്ട് നൗ ഇറ്റ് ഈസ് ഓൾസോ, ആസ് ഇറ്റ് ഈസ് ഗ്രീൻ ഇൻ കളർ, ഇറ്റ് helps for the photosynthesis also. So it makes food also. So this is the outermost whorl in a flower. നമുക്ക് അടുത്ത പാർട്ട് ഓരോന്നോരോന്നായിട്ട് നോക്കാം. കാലിക്സും എപ്പികാലിക്സും റിമൂവ് ചെയ്ത് കഴിഞ്ഞ് ബാക്കിയുള്ള ഭാഗമാണിത്. ഇവിടെ നോക്കിയാൽ ദി മോസ്റ്റ് ഷോയി പാർട്ട് ഓഫ് എ ഫ്ലവർ, അതാണ് കൊറോള എന്ന് പറയുന്നത്. ഇവിടെ ഈ കൊറോള ലോബുകൾ, ഇതളുകൾ 5 എണ്ണമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ദീസ് ആർ കോൾഡ് പെറ്റൽസ്. പെറ്റൽസ് ഇവിടെ നോക്കിയാൽ തലാമസിന്മേൽ ഓരോ പെറ്റലും അതിൻ്റെ ബേസ് ഭാഗത്ത് മാത്രമാണ് ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ളത്. അതുകൊണ്ട് നമുക്ക് ഇത് യുണൈറ്റഡ് അല്ല എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ
പെറ്റലും അതിൻ്റെ ബേസിലേക്ക് നേരെ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഓരോ പെറ്റൽസുമായിട്ട് ഞാൻ വേർതിരിക്കുന്നു. എത്ര പെറ്റൽസ് ഉണ്ട്? 5 പെറ്റൽസ്. ഈ 5 പെറ്റൽസ് ഇതെല്ലാം ഞാൻ ആദ്യം പറഞ്ഞു ഫ്ലവേഴ്സ് ആർ മോഡിഫൈഡ് ഷൂട്ട്, ഈ മോഡിഫൈഡ് സ്റ്റെം ആണെന്ന് പറഞ്ഞു. ഒരു സ്റ്റെമ്മിലുള്ള പാർട്സാണ് ലീവ്സ്. ആക്ച്വലി കാലിക്സും കൊറോളയും ആൻഡീഷ്യവും ഗൈനീഷ്യയും എല്ലാം മോഡിഫൈഡ് ലീവ്സ് ആണ്. സ്റ്റെം എന്ന് പറയുന്നത് ഈ പെഡിസൽ എന്ന് പറയുന്ന ഭാഗമാണ് സ്റ്റെമ്മിൻ്റെ പാർട്ട്. അതിൻ്റെ അറ്റത്തുള്ളത് ഇതെല്ലാം ആ സ്റ്റെമ്മിലുള്ള ലീവ്സാണ് അത്രേ. സയൻറ്റിസ്റ്റുകളുടെ ഒരു ആശയമാണത്. പൂവിൽ പോളിനേഷൻ നടക്കുന്നതിന് വേണ്ടി മറ്റു ജീവികളെ, പോളിനേറ്റിംഗ് ഏജൻസിനെ ആകർഷിക്കുക എന്നുള്ളതാണ് കൊറോളയുടെ ധർമ്മം. നോൺ എസെൻഷ്യൽ വേൾസായ കാലിക്സിനെയും കൊറോളയും കുറിച്ച് പഠിച്ചല്ലോ. അടുത്തതായി ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും, അത് അടുത്ത വീഡിയോയിൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.